ഞാൻ കുറച്ച് പഴുത്ത ചക്ക അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. മധുരം അവരവരെ ആവശ്യാനുസരണം കൂടുതൽ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച്. ഈ വേവിച്ചെടുത്ത സാധനം ഇനി മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇത് ഇപ്പോൾ ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ചക്ക ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ച് കലക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളിടയാണ്. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ഇടയാണ്. അതും ഒരു നുള്ളു മതി. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇത് എണ്ണയിലും ഒന്നും പൊരിക്കുന്നതല്ല. ഇപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അത് നമുക്കൊരു ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ചക്കപ്പഴം കൊണ്ടൊരു ദോശയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കുകയോ ശർക്കരപ്പാനി ഒഴിക്കുകയോ ചെയ്യാം. പിന്നെ അല്ലാതെ തന്നെ ഇത് ജാമ്, ഈ ടൊമാറ്റോ സോസോ ജാമോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ ദോശയാണ് ചക്കപ്പഴം കൊണ്ടൊരു ദോശ. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.